അതെ, അന്നത്തെ വിഷുവിന് ശേഷമേ ഇതും പെണ്ണും നമ്മളെ കണ്ടാൽ കൊല്ലും. അത് കറക്റ്റ് ശരിയാളയാ. ആ വിഷയങ്ങളുടെ സംഭവം ഉണ്ടല്ലോ, ആ പെണ്ണുമ്പളെ വാക്കത്തി നടക്കുക. ഇതെല്ലാം നിന്റെ കുഴപ്പമാ. എൻ്റെ അതിലെ കുഴപ്പം തന്നെ. നീ അന്ന് ആ പടക്ക് തിരികൊടുത്ത് നാശം മൊത്തം ഉണ്ടായത്. ഞാനവിടെ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്. അതൊക്കെ പോട്ടെ. പിന്നെ എന്തോ പറഞ്ഞു പറയ്ക്ക്. അവിടെ അടുത്ത ദിവസം ഇലക്ഷനൊക്കെ വരുക. കടുലാപ്പും വിവരമൊന്നും ഇല്ല. എന്തെങ്കിലും മാർഗം ഉണ്ടോ ഞാൻ ചോദിക്കുന്നത്. പോയി പഠിക്കാൻ എന്ത് ചെയ്യുന്നു? അതന്നെ ഞാൻ ചോദിക്കുന്നത്. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അവൻ വരട്ടെ, ഞാൻ വരട്ടെ. അളിയാ തോണ്ടല്ലോ, ദാസം തോണ്ട പ്രാന്തെടുത്ത് വരുന്നു. നോട്ടെ, അത് ശരി, വരട്ടെ കേട്ടോ. എന്തായാലും അവരെ കണ്ടിട്ടുള്ളൂ കാര്യം. അറിഞ്ഞ എന്ത് 3 ദിവസത്തേക്ക് ബീവറേജ് മാറൊന്നും ഇല്ല. അത് ഞങ്ങൾ അറിഞ്ഞു. അതാ മൂഞ്ചി തെറ്റിയിരിക്കുന്നത്. അവിടെ ഇരുന്നോ. പക്ഷെ ഞാനൊരു ഉഗ്രൻ ഐഡിയ ആയിട്ടാ വന്നിരിക്കുന്നത്. എന്താ ഐഡിയ? അതൊക്കെ ഉണ്ട്. മദ്യക്കച്ചവടം നടത്താം. മദ്യക്കച്ചവടം ഇത് നടത്തിയില്ലേ ആൾക്കാർ കാശൊക്കെ ഉണ്ടാക്കിയത്. പിന്നെ 3 ദിവസം ബീവറേജ് അവധിയാന്നുള്ള കാര്യം അറിയാമല്ലോ. ഇതിനു മുമ്പേ നമ്മൾ ബീവറേജിൽ പോയി ക്വാർട്ടർ, പൈൻറ്റ്, ഫുള്ള്, ബിയർ ഇതെല്ലാം വാങ്ങിച്ചു വെക്കും. ഈ അവധിയുള്ള ദിവസം ഇരട്ടി കാശ് കൊടുത്ത് ആൾക്കാർ വാങ്ങിക്കും. നമുക്ക് അത്രയും പണക്കാരാവും. ഓ അത് ശരി. അളിയാ, ഈ സമയത്ത് നമ്മൾ മദ്യം പറ്റി ഒരു പണക്കാരോ അളിയാ? ഉഗ്രൻ ഐഡിയ. ഇവിടെ നല്ല മുടിയില്ല എന്നാ കാഞ്ഞ ബുദ്ധിയല്ലേ അവന്. അതിനുള്ള കാശ് എവിടെ നിന്നാണ്? കാശ ശിവുവിൻ്റെയും പെണ്ണുങ്ങളുടെയും പൂത്ത കാശാടാ. ഇത് നിനക്കറിയാൻ വയ്യേ? അങ്ങോട്ട് ചെന്ന് കയറി കൊടുത്താൽ മതി. അയ്യോ അതിനെന്താ, നിങ്ങൾ ഇങ്ങോട്ട് ശരിയാക്കാം. തേടിയ വള്ളി കാലേ ചുറ്റി ശിവു വരുന്നു. എന്തൊരു സൂക്കാടോ, എന്നെ വീണ്ടും വിട്ട് ഓടിക്കാൻ പരിപാടിയോ? നിൽക്കണേ. എടാ നിനക്കൊക്കെ എന്തിനു സൂക്കാടാ എന്നെ ഇട്ടിങ്ങനെ ഓടിക്കുന്നേ? നിനക്കും കൂടെ ഗുണമുള്ള കാര്യത്തിന് ഞങ്ങൾ വന്നത്. അയ്യോ, നിന്റെ ഒന്നും ഒരു കുടവാലും എനിക്ക് കേൾക്കണ്ട. കഴിഞ്ഞ വിഷുവിനൊക്കെ നീ എൻ്റെ വീട്ടിലുണ്ടാക്കി വെച്ച സോക്കെ അറിയാമല്ലോ എനിക്ക്. അതുകൊണ്ട് നിങ്ങളായിട്ടുള്ള ഒരു കമ്പനിയില്ല ഞാൻ. എന്തായാലും പറയുന്നത് കേക്ക്. എന്നാ വന്നങ്ങ് പണ അറിയാ. ബിവറേജ് അവധിയാണോ? 3 ദിവസം ഇലക്ഷൻ ആണോ? അതെ അതെ, 3 ദിവസം അവധിയാണ്. സാധനം അടിക്കണ്ടേ? 3 ദിവസം അവധിയാ, അറിയാവോ? അപ്പോ ഈ അവധിക്ക് മുമ്പേ നമ്മൾ ഈ സാധനം മേടിച്ച് വെക്കുന്നു. കിട്ടാതെ വരുന്നത് ഈ 3 ദിവസം ആൾക്കാർ തിരക്ക് നമ്മുടെ അടുത്ത് വരുന്നു. ഇരട്ടി പൈസ കൊടുത്ത് സാധനം അവർ വാങ്ങിക്കും. നമുക്ക് അത്രയും കാശ് കിട്ടത്തില്ലേ? അത് ഐഡിയ അടിയാ. പൈസ കിട്ടുമല്ലോ. പിന്നെ നിന്റെ നിങ്ങളുടെ ഐഡിയ കൊള്ളാം. പിന്നെ ഇത്ര സാധനം വാങ്ങിക്കണം, പൈസ ഇവിടുന്ന് അതിനല്ലേ അളിയൻ ഞാൻ എൻ്റെ പൈസ. ഒന്ന് ആലോചിച്ച് നോക്കി. അളിയൊന്ന് ശരിക്കും ഒന്ന് ആലോചിച്ചേ. ആലോചിക്കണല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി. വരും. ശരിക്കും ഒന്ന് ആലോചിച്ചേ. നടക്കും. ശരിക്കും ആലോചിക്കുന്ന അളിയാണ്. പൈസ ഇരിപ്പുണ്ട്, പക്ഷെ അവള് തരത്തില്ല. മേടിക്കണം. അത്ര അവളെ സോപ്പിട്ട് വാങ്ങിക്കണം. കഴിഞ്ഞ പ്രാവശ്യം നീയൊക്കെ ഉണ്ടാക്കി വെച്ച കാരണം എനിക്ക് വേലിക്കകത്ത് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ. അപ്പോൾ അവളെ ഒന്ന് സോപ്പിട്ട് എടുത്തിട്ട് ആ പൈസ ഗൂഗിൾ പേ നിനക്ക് അയച്ചു തരാം. പിന്നെ ഒരു കാര്യമുണ്ട്, സാധനം വിറ്റിട്ട് പകുതി പൈസ എനിക്ക് തരണം, ലാഭം പകുതി എനിക്ക് തരണം. ഓക്കെ അല്ലേ? പിന്നെ മുതലും തരണം. അപ്പം പറഞ്ഞ പോലെ അപ്പൊ നീ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ രണ്ടുപേരും പോയി സാധനം വാങ്ങിക്കും. അവിടെ ചെല്ലുമ്പോൾ ഞാൻ ഗൂഗിൾ പേ പൈസ ഇട്ട് തരാം കേട്ടോ. അപ്പൊ ഡണ്ണ്. ഓക്കെ വേണ്ട, നമുക്ക് അങ്ങോട്ട് പോവാം. ഓക്കെ. കടയിലൊക്കെ എന്തോ തിരക്കാൻ തരികയോ? പച്ചക്കറി വാങ്ങിക്കപ്പെട്ട പാട് എനിക്കറിയാം. എന്റെ സുലു, അതിൽ പണി നാട്ടിലാണ് വേണ്ടേ? ബംഗാളിൽ മുഴുവൻ പണിയെടുത്തിരിക്കുക. പിന്നെ നമുക്ക് പണി വരുന്നത് ഈ നാട്ടിൽ ഞാൻ പണി തിരക്കാഞ്ഞിട്ടാണോ? പണി വേണ്ടേ? മനു, അവന്റെ കൂടെ ഞാൻ പണിക്ക് പോകാൻ നല്ലതായി. എന്നെ കൊണ്ട് അടിമപ്പണി കഴിക്കാനാണ് എന്നെ വിളിക്കുന്നത്. അവന് ഈ വിത്ത് കുത്തിപ്പൊളിച്ച് വയറിങ്ങും പ്ലബിങ്ങും പണി. എന്താ പൊടിയല്ല എന്റെ കണ്ണി വീണിട്ട് എന്റെ കണ്ണു പോകണം. അതാ നിനക്ക് അവന് ഇഷ്ടം ഇല്ലയോ? ഞാൻ പണിക്ക് പോകത്തൊന്നുമില്ല. എന്റെ സുലു, വിഷമിക്കണ്ട. നിനക്ക് നല്ലൊരു സന്തോഷ വാർത്തയാണ് വന്നിരിക്കുന്നത്. എന്താ നിനക്ക് അറിയാമോ? ഞാനൊരു ബിസിനസ് തുടങ്ങാൻ പോകുന്നു. ഞാൻ തുടങ്ങിയാൽ എന്താ പ്രശ്നം? എന്റെ സുലു, ആക്ഷേപിക്കാതെ. ഇതൊരു ഭയങ്കര ബിസിനസ്സാ. നീ കേട്ടാ ഞെട്ടും. അതായത് നീ 10,000 രൂപ തന്നു കഴിഞ്ഞാൽ അത് 20,000 രൂപയാക്കി ഞാൻ തരും.
20 എന്നാലും 40 ആക്കാം, 40 എന്നാൽ 50 ആക്കട്ടെ. അങ്ങനെ അങ്ങനെ മുന്നോട്ട് പോകും. അതാണ് എൻ്റെ ബിസിനസ്. കൊള്ളാം, നല്ല ബിസിനസ്. അതിന് കാശ് എന്ത് ചെയ്യും? കാശ് അവിടെയല്ലേ നമുക്ക് ടെസ്റ്റ് ഇരിക്കുന്നത്. കാശ് നിന്റെ കയ്യിലുണ്ടല്ലോ. എന്റെ കയ്യിലോ? എന്റെ കയ്യിൽ കാശൊന്നും ഇല്ല. ഞാൻ കണ്ടായിരുന്നു. എവിടെ? നിന്റെ ഗൂഗിൾ പേക്കകത്തിരിക്കുന്ന പൈസ. ഞാൻ എന്റെ കാശ് തരുന്നില്ല. അത് കണ്ടിട്ട് നിങ്ങൾ ബിസിനസ് നടത്തും. എന്റെ സുലു അങ്ങനെ തരത്തിൽ പറയരുത്. രക്ഷപ്പെടാനുള്ള മാർഗമാണ്. നീ പിന്നെ എന്തിനാ പൈസ വെച്ചിരിക്കുന്നത്? പിള്ളേരെ സ്കൂളിൽ ചേർക്കേണ്ട മനുഷ്യ. ഇനി 2 ദിവസം കഴിഞ്ഞ് ബിസിനസ് ചെയ്യുമ്പോൾ ഇരട്ടി പൈസ തരത്തില്ലേ? എന്നാലും നിനക്കൊരു കാഞ്ചീപുരം പട്ടുസാരി വാങ്ങിച്ചു തന്നാലോ? സത്യം, 1 അല്ല 2 എണ്ണം. 2 എണ്ണം വാങ്ങിച്ചത് സുലുവിനെ ഞാൻ ഗ്ലാമർ ആക്കി എന്നോട് നടത്തും. കണ്ടോണം. എന്നാലും കാശ് കാശുതാ, ഞാനത് ഇരട്ടിയാക്കി 2 ദിവസം തരത്തില്ലേ? നീ എന്റെ ഗൂഗിളിലേക്ക് പേ ചെയ്യൂ. ഉറപ്പ്. 2 2 ദിവസത്തെ പൈസ തരും. ഇരട്ടി പൈസ. സത്യം, ഉറപ്പ്. കൈയടിച്ചു. സത്യം ചെയ്തു. സത്യം ചെയ്തല്ലേ? പട്ട് 2 എണ്ണം. ഉറപ്പ്. കൈ കൊടുക്ക്. ഉറപ്പ്. ഉറപ്പ്. ധൈര്യമായിട്ട് ഉറപ്പ്. അപ്പൊ ഗൂഗിൾ പേ ചെയ്യുക. ഇരട്ടി പൈസ ആയിട്ട് നിങ്ങൾക്ക് തിരിച്ചു തരും. നമ്മൾ പണക്കാരായിട്ട് മുന്നോട്ട് പോകും. സാരിയൊക്കെ കിട്ടുന്ന വിലസൊന്ന് ആലോചിച്ച് നോക്കി. അയ്യോ, 9 ദിവസത്തിന് ആണ്ടാ കഴിയും. എന്റെ പൊന്നെ, ഇതിനേക്കാട്ടും ഒരാൾ തൃശ്ശൂർ പൂർണ്ണമുണ്ട്. നമ്മൾ സാധനം വെച്ചില്ലേ? പിന്നാണ് ഇയാള് ഇങ്ങോട്ട് വന്നു. എന്റെ സുലു, ഇന്ന് ലോട്ടറി അടിക്കുന്ന ദിവസമാണ്. ഇന്ന് അവന് പൈസ ആയിട്ട് വരും. ഇരട്ടി പൈസ ആയിട്ട് കിട്ടാൻ പോന്നെ. ഓ, പൈസ കിട്ടി വേണം നിനക്ക് സാരിയൊക്കെ നടത്തുന്നു വിലസ. ചേട്ടാ, ഇന്ന് വൈകിട്ട് തന്നെ പോയി നമുക്ക് സാരി വാങ്ങിക്കണേ. എന്നിട്ട് വേണം എനിക്കൊന്ന് വിലസ്. ഞാനും വിലസിന്റെ കൂടെ നമുക്ക് ആരുടെ പോയി എടുത്താലും സാരി. അത് നല്ലതല്ലേ? അതെ, പൈസ കിട്ടാൻ വന്നതാ. നീ തുറന്നു വിളിക്കാൻ. ആരാ നിങ്ങളൊക്കെ? ഞങ്ങൾ ഇലക്ഷൻ സ്പെഷ്യൽ സ്ക്വാഡാണ്. ഷിബുവിന്റെ വീടല്ലേ ഇത്? ആ അതെ. അവളുണ്ടോ അവിടെ? ആ ഉണ്ട്. ഒന്ന് വിളിച്ചാലേ. ചേട്ടാ, ചേട്ടാ ദാ വിളിക്കുന്നു. നീയാണോ ഷിബു? ഞാനാ ഷിബു. എടാ, ഇലക്ഷൻ ടൈമിൽ നിനക്ക് ഇവിടെ മദ്യക്കച്ചവടമാണോ? നിനക്കിവിടെ മദ്യക്കച്ചവടമാണോ? എനിക്കോ? അയ്യോ, അത് ആരെങ്കിലും ആവശ്യമില്ലാത്ത പറഞ്ഞായിരിക്കും. ഒരാഴ്ചയായിട്ട് തന്നെ ഞങ്ങൾ വാച്ച് ചെയ്യുക. വിളിക്കണോ മാരെ? ശരി സാറേ. ഷിബുളിയാ, നമ്മളാണ്ട് ഒറ്റ കളിയാ. ഒഴിവിലാളിയാ മേടിച്ചളിയാ. അളിയുടെ പേര് പറഞ്ഞു കളിയാ. എന്റെ പൊന്നു സാറേ, എനിക്ക് ഉമ്മാരൊന്നും അറിയത്തില്ല. ഉമ്മാര് കള്ളം പറയുന്ന ഉമ്മാർ ഏതാന്ന് പോലും എനിക്ക് അറിയത്തില്ല. യോ, കേറി തപ്പണം. ആരെക്കടി അറിയിക്കണം. ഇവിടെ ഒരു വട്ടി മദ്യം ഇരിപ്പുണ്ട്. ഇലക്ഷനെ വ്യാജമദ്യം വിറ്റവനാ. ഇവനെ ഞങ്ങൾ കൊണ്ടുപോവാ. അപ്പൊ ഇതിനാരും നിങ്ങൾ എന്റെ കാശ് വാങ്ങിച്ചിട്ട് പോയതല്ലേ? എന്റെ സുലു ഒരു കള്ളം പറയുന്നത്. ഞാൻ അങ്ങനൊന്നും ചെയ്തിട്ടില്ലെന്ന്. അയ്യോ, എന്റെ പട്ടുസാരിയും പോയി, എന്റെ കാശും പോയി. അയ്യോ, എന്റെ സുലു.